എൻ്റെ കൂടപ്പിറപ്പുകളെല്ലാം ഒടുക്കുമ്പം ഞാൻ നോക്കി നിൽക്കണോ? 5 അക്ക ശമ്പളവും മേടിച്ച് സർക്കാർ ഓഫീസിൽ നിന്ന് റമ്മിയും കളിച്ച് മദ്യപിച്ച് ലക്ക് കിട്ടാൻ ലെവലില്ലാണ്ട് നടക്കുന്നവനെ ഞാൻ വെറുതെ വിടണോ? ചന്ദ്രനയാനിലേക്ക് പേടക അയക്കുന്ന ഈ ഇന്ത്യൻ ബഹിരാകാശ യൂണിറ്റിന് ഈ ചെറിയ കുഞ്ഞു ഉരുൾപൊട്ടലിനെക്കുറിച്ച് തിരിച്ചറിയാൻ ബോധമല്ലേ? ഇല്ലേ? അനാസ്ഥയല്ലേ? അശ്രദ്ധയല്ലേ? വേണമെന്ന് ചുരുത്തിയല്ലേ? ആ മരിച്ച ആയിരങ്ങളുടെ സ്വപ്നവും പ്രതീക്ഷകളും ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിലൊരു കുഞ്ഞിൻ്റെ ജീവൻ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇനി നാളെ എന്താ അവിടെ വരാനിരിക്കുന്നത്? നാളെ എന്താ സ്ഥിതി? എന്താ അവിടെ മുല്ലപ്പെരിയാർ പൊട്ടി അവരെങ്ങോട്ട് മാറ്റിക്കും? മുല്ലപ്പെരിയാറിനൊരു ഷെയ്ക്ക് വന്നാൽ ഇവരെങ്ങോട്ട് മാറ്റിക്കും? 4 ജില്ലക്കാരെ എന്തു ചെയ്യും? ഈ രക്ഷാപ്രവർത്തനം വരുന്ന ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ തിരിച്ചു കിട്ടുമോ? നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ISROയ്ക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഈ അലംഭാവത്തിന് അവർക്ക് എന്ത് മറുപടി കൊടുക്കണ്ടേ? എന്ത് മറുപടി കൊടുക്കണ്ടേ? ഇവിടെ ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെ ലാൻഡ് സ്ലൈഡിങ് ആക്കിയിട്ട് ഒഴിപ്പിച്ച സ്ഥലമാണ്. പക്ഷേ ഇവിടെ വരാനും കൃഷി ചെയ്യാം. നമുക്ക് കൃഷി ചെയ്യുക, താമസിക്കുക. പ്രകൃതി ദുരന്തം വരുമ്പം അവർക്ക് ഇനി ഉത്തരവാദിത്തം വഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇനി പ്രകൃതി ദുരന്തം പറയുന്ന സാധ്യതയില്ല. ഇനി ഉണ്ടക്കൈ വരാം, ചിലപ്പോൾ മുല്ലപ്പെരിയാർ വരാം, ചിലപ്പോൾ ചെമ്പ്ര വരാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നിൻ്റെ എല്ലാ ഭാഗവും ഒരു ആളുകൾ താമസിക്കാത്തൊരു സ്ഥലമായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും താമസിക്കണമെന്ന് ഞാൻ അനുവദിക്കാൻ കഴിയില്ല. കാരണം HMLനെ ഒഴിവാക്കാൻ പറ്റുമോ? പോർഷന് ഇവിടെ മന്ത്രിമാർക്കും MLA മാർക്കും മുകളിൽ സ്ഥലമുണ്ട്. അവരെ ഒഴിവാക്കുമോ? മന്ത്രിമാർക്കും MLA മാർക്കും മുകളിൽ ഇവിടെ സ്ഥലമുണ്ട്. ഇൻഡയറക്റ്റായിട്ട് സമ്മതിച്ച് വെച്ചിട്ടുണ്ട്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ഉണ്ട്. തൊഴിലാളികൾക്ക് പണി കൊടുക്കുന്നുണ്ട്. കാടിനെ താങ്കൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കാടിലാണല്ല, കാട്ടിൽ നിന്നാണ് നാടുണ്ടായിരിക്കുന്നത്. നമ്മൾ കാട് വെച്ച് വളർത്തണേ. നമ്മളിനി കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്ക് പോകരുത്. മനുഷ്യനെ വളരെ നല്ലൊരു ആശയമാണ്. കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്ക് ഇനി പോകരുത്. കോൺക്രീറ്റ് വനത്തിലേക്ക് പോകാതെ നിങ്ങൾ പരിസ്ഥിതി വനത്തിലേക്ക് വരൂ. എല്ലാവരും എല്ലാ ഇടത്തും വനം ഉണ്ടാക്കുക. തീർന്നു പ്രശ്നം. അതോടെ തീർന്നു പ്രശ്നം. വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരം എല്ലാ ഇടങ്ങളിലും ആളുകൾ കാടുകൾ ഉണ്ടാക്കുക. നീ വെന്ത് കഴിഞ്ഞാൽ നിനക്ക് തണുപ്പ് തരിക. നിനക്ക് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടോ ആരും ചെയ്യില്ല. ഇവിടെ മണ്ണ് അലർജിയാണ്. ഇവിടുത്തെ ഒരു ലൈഫ് എങ്ങനെയാണ്? നിങ്ങളിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്? എങ്ങനെയാണ്? ഭയങ്കര രസമാണോ? ഭയങ്കര പീസ്ഫുൾ ആണോ? ഇവിടെ നമുക്ക് ഇഷ്ടത്തിന് ജീവിക്കാം. നമുക്കിപ്പോൾ ഫീലിംഗ് ആണെങ്കിൽ നമുക്ക് പ്രകൃതി കാണാൻ പോവാം. പിന്നെ നമുക്ക് കൗതുകമുള്ള വന്യമൃഗങ്ങൾ കടന്നു പോകും. പിന്നെ സിംഹ ഒഴികെല്ലാണ്ട് സിംഹ, വരയൻ കുതിര, ജിറാഫ് അങ്ങനത്തെ മൃഗങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. അതെപ്പോഴെങ്കിലും വളരെ റയറായിട്ടേ കാണുള്ളൂ, ശ്രദ്ധിച്ചാലേ കാണുള്ളൂ. പിന്നെ കുറേ പേരും ചെടികൾ, പിന്നെ നമ്മളുടെ കുഞ്ഞു ജോലികൾ, പിന്നെ നമ്മളുടെ ഭക്ഷണം, നമ്മളുടെ ഉറക്കം, നമ്മുടെ ശല്യം കണ്ടിട്ട് ഇപ്പോൾ ഒരാൾ ഇവിടെ ഇപ്പോൾ ഹോം സ്റ്റേന് വരികയാണെങ്കിൽ അവർക്ക് വരാം. തീർച്ചയായിട്ടും അവർക്ക് വരാം. അവർക്ക് വരാനും സ്റ്റേ ചെയ്യാനാണ് ഇത് വെച്ചിരിക്കുന്നത്. അവർക്കിത് പഠിപ്പിക്കാൻ ഈ യൂണിവേഴ്സിറ്റി ഓഫ് വേൾഡ് അവർ പഠിക്കട്ടെ. നീ പഠിച്ച് വളരട്ടെ. നിങ്ങൾ സാഹോദര്യം വളരട്ടെ, മനുഷ്യത്വം വളരട്ടെ, മനുഷ്യ സ്നേഹം വളരട്ടെ, പരസ്പര സഹായം വളരട്ടെ. അല്ലാതെ പകയും വിദ്വേഷവും വെറുപ്പും അല്ല. നിനക്ക് 24 മണിക്കൂർ, എനിക്ക് 24 മണിക്കൂർ. നിൻ്റെ കണ്ണിന് ഉപ്രസാണ്, എനിക്ക് എൻ്റെ കണ്ണിന് ഉപ്രസാണ്. അതെ, ആ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.